സുഖമല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരുന്ന നമ്മുടെ വൈഫ് ഓഫ് ബാഡ് ബോയിൻ്റെ സ്പെഷ്യൽ പാർട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റും ഇത് തന്നെയാണ്, സ്പെഷ്യൽ പാർട്ട് വേണം, സ്പെഷ്യൽ പാർട്ട് വേണം. അവർ പെട്ടെന്ന് സെറ്റായി, ബാക്കിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, സീന് കിട്ടിയില്ല പോലും. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് സീനൊക്കെ ചേർത്ത് അങ്ങോട്ട് തരാമെന്ന്. അത്രയും കമൻറ്റും പിന്നെ എൻ്റെ PM വന്ന് ഒരു സുഖം തരാത്ത ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത്, ബാഡ് ബോയ് ബാഡ് ബോയ് ബാഡ് ബോയ്. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇത് കുറച്ച് ലേറ്റ് ആവാനുള്ള കാരണം, കുറച്ച് അധികം ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ പറയണം, എനിക്ക് വയ്യാതിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ കൂടെ ഞാൻ എൻ്റെ അതായത് നമ്മൾ മെൻ്റലി ഡൗൺ ആവുമല്ലോ. അപ്പം ആ സമയത്ത് എനിക്കൊരു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോറി ചെയ്യുന്നത് തന്നെ. അപ്പോൾ ലേറ്റ് ആവണതിനും ഈ ഗ്യാപ്പ് വരുന്നതിനും അതിനൊക്കെ ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്നെ കൊണ്ട് അങ്ങനെ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ. ബിക്കോസ് എൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനും, അതായത് ഡൗൺ ആയിരിക്കുമ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ ജസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ആ ഒരു വൺ ഷോട്ട് തട്ടിക്കൂട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ, തട്ടിക്കൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പം എന്നാലും ഞാൻ അത്യാവശ്യം അത് ലോങ് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതിൽ സീൻ കിട്ടില്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. അപ്പം ആ പ്രശ്നം നികത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയണത്, ദയവ് ചെയ്ത് കാണണം നിങ്ങൾ സ്റ്റോറീസ്. വൺ ഷോട്ട് മാത്രം കാണാനായിട്ട് ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർ കേട്ടോ. കാരണം വൺ ഷോട്ട് ഇട്ടാൽ മാത്രമേ ഇതിന് യൂസുള്ളൂ, ബാക്കിയുള്ളത് ഇട്ടാൽ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. അതെന്താ അങ്ങനെ? നമുക്ക് ഈ വൺ ഷോട്ട് മാത്രം ഇടാൻ പറ്റില്ലല്ലോ, അത് പോസിബിൾ അല്ല ഗായ്സ്. ഇങ്ങനെ എപ്പിസോഡൊക്കെ ഇട്ട് പോവും, അതിന് ഇടക്കും തലക്കും ഓരോ വൺ ഷോട്ട്, അതല്ലേ നടക്കുകയുള്ളൂ. എല്ലാ ചാനലിലും അങ്ങനെയൊക്കെ വരുള്ളൂ. പിന്നെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ എപ്പിസോഡിനേക്കാളും ഇട്ടത് വൺ ഷോട്ടാണ് അല്ലേ? അല്ലെങ്കിൽ തന്നെ ഷോർട്ട് സ്റ്റോറീസ് ചെയ്യും, ഒരു 5 or 6 ലൈക്ക് അധികം 5 എപ്പിസോഡ് വരുന്ന അങ്ങനത്തെ ഷോർട്ട് സ്റ്റോറീസ് നമ്മൾ ചെയ്യലുള്ളൂ. അതായത് നീട്ടി കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ട്. എന്നിട്ടും അത് കാണില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര മ്ലേച്ഛകരമാണ് ഗൈസ്. കാരണം നമുക്കൊരു സപ്പോർട്ടായിട്ട് കിട്ടണം. അതായത് നമ്മളൊരു സംഭവം ചെയ്തിടുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയാലുള്ളല്ലോ നമുക്ക് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് തോര വരുന്നത്. പക്ഷെ ഇത് അങ്ങനെ ഇല്ലെന്ന് പറയുമ്പം ഭയങ്കര സീന്. ഈ വൺ ഷോട്ട് എന്ന് പറയുമ്പം കേൾക്കാൻ നല്ല സുഖമാണ്, കാണാനും നല്ല സുഖമാണ് കാണുന്ന ആൾക്കാർക്ക്. കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും, പിന്നെ അവിടെ എൻഡ് ആവുകയാണ് വൺ ഷോട്ട് എന്ന് പറയുമ്പോൾ, കാത്തിരിക്കണ്ട. ബട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക്. ലൈക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അതുകൊണ്ട് വൺ ഷോട്ട് എപ്പോഴും ഇടുന്നത് പോസിബിൾ അല്ല. സോ നിങ്ങളെല്ലതും കാണാൻ ശ്രമിക്കണം. അപ്പോൾ താൽക്കാലികത്തിന് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ സ്റ്റോറി പോയി കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ ഹൈപ്പും കൂടെ ചെയ്യണം പ്ലീസ്. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യണം. എന്താ തെമാടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ ശബരി ടീച്ചറെ, ഇഷ്ടായില്ലേ? ഒരു സൗന്ദര്യ ദേവത എന്റെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ ഞാൻ എങ്ങനെയാ നോക്കാതിരിക്കുക? അയ്യടാ, രാവിലെ തന്നെ കൊഞ്ചാൻ നിൽക്കാതെ എണീറ്റ് മാറിക്കേ. ശബരി, പേനുണ്ടോ ഇപ്പോ? ഇല്ല. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ശബരി, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. എന്റെ ഈശ്വര, അങ്ങോട്ട് മാറിക്കിടുന്നു. ഇനിയൊന്നും തോന്നണ്ട, എനിക്കിനി താങ്ങാൻ വയ്യ. ഞാനിപ്പൊ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് വെച്ച് എപ്പോഴും മോളത് പ്രതീക്ഷിക്കരുത്. തെമ്മാടി. സർ, ടെർമിലിയാണോ? ഒരു കോൾ ഉണ്ട് സർ. ഓക്കെ, ഹലോ. തെമ്മാടി ഇവിടെ പോയി, എന്നെ കൂട്ടാണ്ട് താഴെ പോയല്ലേ? അങ്ങോട്ട് വരെ ടെക്കിനിരിച്ചോണ്ട്. ഇവള് രാവിലെ തന്നെ എന്നെ അഴുക്കച്ചക്കനാക്കും. തെമ്മാടി ഇതിപ്പോ വന്നു. വരുമ്പോ ഒന്ന് സംസാരിക്കണ്ടേ? ഞാൻ പേടിച്ചു പോയിപ്പോ. അത് പേടിച്ചു പോയി എൻ്റെ പെണ്ണ്, സോറി.
നമുക്ക് നാട്ടിൽ പോവാം. ഇപ്പോഴോ? അതൊന്ന് പെട്ടെന്ന്, നമ്മൾ ഇന്നലെ പോയി വന്നതല്ലേ ഉള്ളൂ. ആ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നീ റെഡി ആക്കോ. എന്താ ഭാര്യ, അല്ലെങ്കിൽ ഞാൻ റെഡി ആക്കണോ? ഭക്ഷണത്തിനും പറയാതെ പോതമാടി. നിന്റെ കഴിഞ്ഞോ? എങ്കിലേ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. തെമ്മാടി വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആ ഞാൻ വരാം, കോൾ ചെയ്തിട്ട് വരാം. നീ ചെന്ന് കഴിക്കാൻ നോക്ക്. കഴിക്കേ. സർ, ഗ്രീൻ ടീ. എന്താണ്, ഉറക്കം വരുന്നുണ്ടോ നിനക്ക്? ചെറുതായിട്ട്. നല്ല സുഖമുള്ള കാറ്റല്ലേ, അപ്പൊ തനിയെ കണ്ണടഞ്ഞു പോവാ. എനിക്ക് കണ്ണടച്ച് കിടന്നോ? അല്ല തെമ്മാടി, എന്നോട് പറഞ്ഞില്ലല്ലോ എന്തിനാ നാട്ടിൽ പോന്നേന്ന്. അതൊക്കെ ഉണ്ട്. പറ തെമ്മാടി, പോകുന്ന വഴി എന്നോട് പറഞ്ഞു തരാന്ന് പറഞ്ഞല്ലേ. നമ്മളിപ്പോ ശോഭാമ്മയുടെ അടുത്തേക്ക് പോകുന്നേ. അപ്പോ എന്റെ വീട്ടില്? അവിടെ നമ്മൾ ഇന്നലെ പോയതല്ലേ ഉള്ളൂ, ഇനി പിന്നെ ആവാം. അയ്യോ, തെമ്മാടി അവിടെ പോയി. എന്താ ഭാര്യ, ആ കവളിപ്പോ വീർത്ത് വീർത്ത് പൊട്ടിപ്പോലോ. എന്നെ അവിടെ തനിച്ചാക്കി അങ്ങോട്ടോ പോയില്ലേ? ശബരി, പോ. ആ കയ്യിന്ന് കാണിച്ച. എന്താ, ഇഷ്ടപ്പെട്ടോ? ഹായ്, നല്ല രസമുണ്ട്. ഇത് വാങ്ങാനാണോ പോയത്? കണ്ടപ്പോ നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് തോന്നി, അതാ പോയി വാങ്ങിച്ചത്. അപ്പൊ എന്താ എന്നെ വിളിക്കാതിരുന്നേ? നീ ഉറങ്ങല്ലായിരുന്നു? അതിനെന്താ? അതിനൊന്നുമില്ല, നമുക്ക് പോവാം. പോ. ഇനി കുറെ ദൂരമുണ്ടോ? ഏയ്, ഇനി വല്ലാണ്ട് ദൂരമൊന്നുമില്ല. ചേച്ചി, ഉണ്ണി, നീ എന്താ ഇവിടെ? അതൊക്കെ പറയാം, ആദ്യം നിങ്ങൾ വന്ന കാലം നിൽക്കാതെ അകത്തേ കയറ്. അമ്മ, മക്കള് വന്നോ? അമ്മ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? എപ്പോഴാ ഇങ്ങോട്ട് വന്നേ? ചേച്ചി, ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായി. അതേ മോളെ, കഴിഞ്ഞ ആഴ്ച വന്നതാ. പെട്ടെന്ന് ശോഭയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നു. അങ്ങനെയാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേ. പിന്നെ എത്രയെന്ന് വെച്ചിട്ടാ കുട്ടൻ കോളേജിൽ പോവാതെ അവളെ നോക്കിയിരിക്കുന്നേ. അതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ണിയുടെ കാര്യത്തിലും പേടിയില്ല. കുട്ടൻ്റെ കൂടെ തന്നെ അവൾ കോളേജിൽ പോകുന്നത്. ആണോ? എന്നിട്ടിപ്പോൾ ശോഭാമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല മോളെ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് എണീച്ചടക്കാം. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഹായ് ചേച്ചി, കുപ്പികൾ എവിടെ നിന്ന് വാങ്ങിയേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. നിനക്ക് വേണോ? ഏയ് വേണ്ട. വേണമെങ്കിൽ എടുത്തോടി. വേണ്ട ചേച്ചി, ഇത് ചേച്ചിയുടെ കൈ കിടക്കുമ്പോഴാണ് കാണാൻ ഭംഗി. ശരി ശരി. ഹായ് ശബരി, എന്താ ഭർത്താവിനെ തിരഞ്ഞു വന്നതാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ എന്താ. ശരുണേട്ടാ, നിങ്ങളുടെ ഫോണൊക്കെ കിടന്ന് അടിക്കുന്നുണ്ട്. അതൊന്ന് എടുത്തിട്ട് വന്നേ. ആഹാ, ഇപ്പൊ സാറൊക്കെ പോയിട്ട് ശരുണേട്ടനായോ? എന്നോട് ശോഭാമയാ ചേച്ചി പറഞ്ഞേ അങ്ങനെ വിളിച്ചാ മതിയെന്ന്. ആണോ? ഹലോ തെമ്മാടി, എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നേ അമ്മ ഇവിടെ ഉണ്ടെന്ന്? ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. നീ എന്താടി ഉണ്ണി മാറി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് എന്തിനാ വിളിപ്പിച്ചെന്നറിയോ? എന്തിനാ? മക്കളെ, ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അത് തണുക്കുന്നതിന് മുന്നേ വന്ന് കുടിക്കേ. കുടിക്കും മോനെ. ആമാ. കുട്ടൻ എവിടെ? ഏട്ടൻ കോള് വന്നിട്ട് പോയതാ. ഞാൻ വന്നു. മക്കളെ, നിങ്ങളിപ്പോ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാ, എന്നെ നോക്കണ്ട, എനിക്കറിയില്ല. നമ്മുടെ കുട്ടന്റെ ഉണ്ണിയുടെയും കാര്യം സംസാരിക്കാനാ.
ഷാരുണേട്ടന്റെ ഉണ്ണിയുടെയും കാര്യമോ? അതെന്ത് കാര്യം? എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. കുട്ടന് നമ്മുടെ ഉണ്ണിയെ ആലോചിച്ചാലോ എന്ന് ഞങ്ങളിങ്ങനെ ആ സംസാരത്തിന്റെ ഇടയിൽ എപ്പോഴും അങ്ങനെ വന്നു പോയതാ. പിന്നെ നമ്മൾ കുട്ടികളുടെ കാര്യമാണല്ലോ ആദ്യം നോക്കേണ്ടത്. കുട്ടനോട് ചോദിച്ചപ്പോൾ അവന് അതിൽ താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ പേടി ഉണ്ണിയുടെ കാര്യമായിരുന്നു. പിന്നെ അവൾക്കും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ രണ്ടിൻ്റെ അഭിപ്രായം എന്താ? അയ്യോ, ഞങ്ങളിതിൽ എന്താ അഭിപ്രായം പറയാനാ? ഉണ്ണിക്കും ഏട്ടൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ അല്ലേ? അതെ. അല്ലടാ, നീ എന്താ എന്നോടൊന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തില്ലല്ലോ. അത് പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നടാ. എനിക്ക് അതിനെ പറ്റിയൊരു സമയം ഒത്തു കിട്ടിയില്ല. പിന്നെ അമ്മമാർ പറയുമ്പോൾ നീ കുറച്ചുകൂടെ സർപ്രൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ച്. അതേതായാലും നന്നായി. പിന്നെ കല്യാണം ഇപ്പം തന്നെ ഉണ്ടാവില്ലല്ലോ, പെട്ടെന്ന് നടത്താമെന്നാ മോളെ വിചാരിക്കുന്നേ. അവളും കുഞ്ഞല്ലേ അമ്മ? കുഞ്ഞൊക്കെ തന്നെയാ മോളെ. ഞങ്ങൾ ഇവരോട് ഇത് പറയുന്നതിന് മുന്നേ അവളുടെ ജാതകം കൊണ്ടുപോയി നോക്കിയായിരുന്നു. ഇപ്പോഴാ മോൾക്ക് യോഗം. അത് കഴിഞ്ഞാൽ പിന്നെ 30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആണോ? നമുക്ക് ചെറുതായി അമ്പലത്തിൽ വെച്ചങ്ങ് താലികെട്ടാം. അത് വേണ്ടമ്മ, ഞങ്ങളുടെ കല്യാണം തന്നെ അങ്ങനെയായിപ്പോയി. ഇനിയിപ്പോൾ ഉണ്ണിയുടേത് കൂടെ അങ്ങനെ ആക്കാനാണോ വിചാരിക്കുന്നത്? അതൊന്നും വേണ്ട. നമുക്ക് എല്ലാവരെയും വിളിച്ചെഴുത്തി ഗംഭീരമായിട്ട് തന്നെ നടത്തണം. അതല്ലേ തെമ്മാടി നല്ലത്? ഡി ശബരി, നീ എന്താ വിളിച്ചേ? എൻ്റെ ദേവി, ഞാൻ എന്തായി കേൾക്കുന്നത്? ഭർത്താവിനാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? ഈശ്വര, അതമ്മ ഞാൻ അറിയാതെ വായിന്ന് വന്നു പോയതാ. ഇനി നിന്റെ വായിന്നെങ്ങാനും ഇങ്ങനെ വരുന്നത് ഞാൻ കേൾക്കട്ടെ. മോളാണെന്ന് കല്യാണം കഴിഞ്ഞതൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് നിന്റെ തോടി ഞാൻ വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ചിരിക്കണ്ട ചേച്ചി. നിങ്ങൾ ഇന്ന് തിരിച്ചു പോവോ? അറിയില്ലടി, തെമാടിയോട് ചോദിക്കണം. ചേച്ചി, അമ്മ കേൾക്കണ്ട. അയ്യോ, എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാ വന്നു പോകുന്നത്, ഞാൻ പോലും അറിയാതെ. ഒരുപാട് നാളായി വിളിച്ച് ശീലിച്ചതല്ലേ, ശീലമൊക്കെ മാറാൻ കുറച്ച് ടൈം എടുക്കും ചേച്ചി. പക്ഷേ ജാഗ്രതയായിട്ടിരുന്നു. അമ്മ എങ്ങനെ കേട്ടാലേ ചേച്ചിയുടെ ചുണ്ടടിച്ച് പൊട്ടിക്കും. ഉണ്ണി, നീ എന്താ എന്റെ ഭാര്യയുടെ ചുണ്ടടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നേ? ഭീഷണിയൊന്നുമല്ല, മിക്കവാറും അടിച്ച് പൊട്ടിക്കും. ഞാനായിരിക്കില്ല, അമ്മയായിരിക്കും. അതെന്താ, തെമ്മാടിന്ന് വിളിച്ചിട്ടാണോ? അതെ, ഇപ്പോഴും കൂടെ എൻ്റെ അടുത്ത് തെമ്മാടിന്നാ പറഞ്ഞേ. അത് അറിയാതെ വന്നു പോകുന്നതല്ലേ. പക്ഷെ ചേച്ചി, അത് മാറ്റണം കേട്ടോ. അത് നല്ലതല്ല. ഹസ്ബൻഡിനൊക്കെ അങ്ങനെ വിളിക്കാന്ന് വെച്ചാ ദൈവം പോലും ഇഷ്ടപ്പെടില്ല അത്. അതേടോ ശബരി, അത് മാറ്റണം. അതിനി എന്നെ കൊണ്ടേ മാറ്റാൻ കഴിയൂ. അത് ഞാൻ മാറ്റിയെടുത്തോളാം. എന്നാലേ ഞങ്ങൾ ഇറങ്ങട്ടെ. നമ്മളിപ്പോഴേ പോവാണോ? നമ്മളിപ്പോ ഇറങ്ങിയാലേ നൈറ്റ് ആകുമ്പോ അവിടെ എത്തൂ. എന്നാ പോവാ. വാ, അമ്മമാരോട് പറഞ്ഞിട്ട് വരാം. അമ്മമാരെ, അപ്പം ഞങ്ങൾ ഇറങ്ങുവോ? അയ്യോടാ, ഇന്ന് പോണോ? നാളെ പോയാ പോരാടാ. ഹേയ്, അത് പറ്റില്ലമ്മ. ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ഈവനിങ്ങത്തതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരാനുള്ളത് കൊണ്ടാണ് അത് മാറ്റി വെച്ചത്. ഇനിയും അത് മാറ്റുന്നത് പോസിബിൾ അല്ല. എന്തായാലും സമയം കിട്ടുമ്പോൾ നീ മോളെയും കൂട്ടി വാ. അമ്മ. അമ്മമാരെ, എന്നാൽ ഞങ്ങൾ പോട്ടെ. ഏട്ടാ, ഉണ്ണി, പോയിട്ട് വാ ചേച്ചി. നോക്കി പോണേ മക്കളെ. ആമാ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. DK ഗ്രൂപ്പിൻ്റെ MT വന്നിട്ടുണ്ട്. പുതിയ എന്തോ പ്രൊജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാനാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓഫീസിലേക്ക് വരാൻ പറയൂ. ശരി സർ. ഈ തെമ്മാടി എന്താ വരാത്ത? എനിക്ക് ബോറടിക്കുക. തെമ്മാടി, എന്താ ഭാര്യ ഒരു ചിരിയൊക്കെ? ഭഗവാനെ, നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ. എനിക്ക് വിശക്കുന്നു. ആണോ? എന്താ വേണ്ടേ കഴിക്കാൻ? ഈ ഷുഗർ ഫ്രീ ഡെസേർട്ട് കിട്ടുമോ? ഷുഗർ ഫ്രീ ഡെസേർട്ടാ? അതെന്താ സാധനം? ഭയങ്കര ടേസ്റ്റ് അതിന്.
ശ്ശേ, അത് എന്താ തരുമോ? തെമ്മാടി. നിനക്ക് നാണം വന്നോ? നോക്കല്ലേ. അപ്പം എങ്ങനെയാ ഡെസേർട്ടിൻ്റെ കാര്യം? ഡെസേർട്ട് ഞാൻ എടുക്കാണേ. ശബരി. ശബരി, എന്താ ഇപ്പോഴും വേദനയുണ്ടോ? ഇല്ല. എന്നാ ഒരു 2 റൗണ്ട് കൂടെ. വേണ്ട വേണ്ട, എനിക്ക് വേദനയുണ്ട്. എന്ത് രസം തെമ്മാടിയുടെ ചിരി കാണാൻ. ഓ റിയലി? ശരിക്കും രസമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ തെമ്മാടി? എന്താ ചോദിക്കേ? അമ്മയും ശോഭാമ്മയും ട്വിൻസ് ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? അറിയായിരുന്നു. എൻ്റെ അമ്മ എന്നോട് മാത്രം പറഞ്ഞില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടും എന്തിനാ ഒരു ബന്ധമില്ലാത്ത പോലെ ജീവിച്ചത്? അതിന് തക്കതായിട്ടുള്ളൊരു കാരണമുണ്ട്. എന്ത് കാരണം? ഞങ്ങളുടെ അച്ഛൻ്റെ ചേട്ടന്മാരാ അതിന് കാരണം. അച്ഛൻ്റെ ചേട്ടന്മാരോ? അവർ ഈ പണവും പത്രാസൊക്കെ കൊണ്ടു നടക്കുന്നവരാ. പണം കണ്ട അവരുടെ കണ്ണ് മഞ്ഞളിക്കും. അച്ഛൻ്റെ സ്വത്തുക്കളിലായിരുന്നു അവരുടെ കണ്ണ്. അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പാഴ്ശ്രമമായിപ്പോയി. പിന്നീട് അച്ഛൻ്റെ മരണശേഷം അവർ ഞങ്ങൾ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. അവരിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ട എന്ന നിലക്കാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളവിടെ ഉണ്ട്. മനഃപൂർവ്വം തന്നെയാണ് സിന്ധു അമ്മയും ശോഭാമ്മയും തമ്മിലുള്ള ബന്ധം ആരെ അറിയിക്കാണ്ട് കൊണ്ടിടുന്നത്. കാരണം ഞങ്ങളുമായിട്ട് അടുപ്പമുള്ള എല്ലാവരെയും അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അതിനിടയിൽ കൂടെ വെറുതെ സിന്ധു അമ്മയും നിങ്ങളെയും കൂടെ വലിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് മനഃപൂർവ്വം. ഓ അങ്ങനെയായിരുന്നല്ലേ. അല്ല, ഇപ്പോൾ അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ എവിടെയുള്ളത്? അറിയില്ല. എന്തായാലും ഇനി അവരെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. അതെന്താ? അതൊക്കെ ഉണ്ട്. സത്യം പറ, നിങ്ങൾ എന്താ അവരെ ചെയ്തത്? നീ ഇതെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ? ഒന്നുമില്ല. ഇനി എന്താ? എന്നാലും എന്താ അവരെ ചെയ്തത്? നാടൻ കാന്താരി ഉപ്പും തേച്ച് ചുട്ട് ഞാനങ്ങ് തിന്ന്. എന്തേ? ഒന്നുമില്ല. എന്താ ഇവിടെ തന്നെ കിടക്കാനാണോ പ്ലാൻ? എന്തേ? എനിക്ക് എന്തേലൊക്കെ തോന്നി ഞാൻ എന്തേലൊക്കെ ചെയ്ത അമ്മേ തായേ, വെറുതെ റിസ്ക് എടുക്കണ്ട, ഞാൻ പോണ്. ഇത്ര ധൃതിപ്പെട്ട് ഓടി പോവാതെ ഭാര്യ ഞാൻ ഉപദ്രവിക്കില്ലല്ലോ, സ്നേഹിക്കത്തല്ലേ ഉള്ളൂ. അതെയല്ലോ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ എണീറ്റ് പോകുന്നത്. എൻ്റെ ആരോഗ്യത്തിന് എനിക്കിപ്പോൾ ഇതാ നല്ലത്. ഞാൻ എന്നെ എടുത്തോളാം. ഇനിയും വളഞ്ഞൊടിഞ്ഞ് അവിടെ തന്നെ കിടക്കാനാണോ? എത്ര സമയമായെന്നറിയും എണീറ്റ് ഫ്രഷ് ആയിക്കാൻ. ശരിയാ, നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാം. അത് വേണ്ട. വേണം. നേരെ നിൽക്കേ, ഞാൻ ഈ മുടി ഒന്ന് കേട്ടെ. അയ്യോ, കഴിക്കാം. ടേസ്റ്റ് ദിസ്. ഹലോ. ഓക്കെ എനിക്ക് അർജൻറ്റായിട്ടൊരു കോള് വന്നേക്കുവാ.
ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് പോയേ പറ്റൂ, പെട്ടെന്ന് തിരിച്ചു വരാം, ഇതൊക്കെ അല്ലേ. ഓ മൈ ഗോഡ്, എല്ലാം അറിയാലോ എൻ്റെ ശബരി ടീച്ചർക്ക്. പിന്നെ എൻ്റെ തെമ്മാടി വലിയ ബിസിനസ് മാൻ അല്ലേ, അപ്പം പിന്നെ തിരക്ക് കാണുമല്ലോ. ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം. ഇത് കുടിച്ചിട്ട് പോവാം. മതി പോകാനായി ടൈമില്ല. അയ്യോ സോറി ശബരി, എനിക്ക് സമ്മതം പോലും ചോദിക്കാൻ പറ്റിയില്ല. അതിനെങ്ങനെയാ വന്നപാടെ അറ്റാക്ക് ചെയ്ത മനുഷ്യനെ. സോറി. ഈ പോക്ക് പോയാലേ ഉണ്ണിയുടെ കല്യാണത്തിന് ഞാൻ വലിയൊരു വയറും താങ്ങി നടക്കേണ്ടി വരും. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരുടെ കല്യാണം നമ്മൾ പെട്ടെന്ന് നടത്തില്ലേ. നടത്തിയാൽ എനിക്ക് മര്യാദ നടക്കാം, അല്ലെങ്കിൽ താറാവ് നടക്കുന്ന പോലെ നടക്കേണ്ടി വരും. എൻ്റെ ശബരി ടീച്ചർ, പോണ്ട. നീ താറാവായാലും തവളയായാലും എനിക്ക് നീ ഒരുപോലെ തന്നെയാണ്. തൽക്കാലം ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും താറാവാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഞാൻ റെഡി ആയിട്ട് വരാം. അയ്യോ, ഇതിപ്പോ ആരാ ബ്രൈഡ്? ബ്രൈഡ് ഉണ്ണിയാ. പിന്നെ ജന്മനാ ദീപ എനിക്ക് വാരിക്കൊരു സൗന്ദര്യം തന്നതുകൊണ്ട് എന്തെടുത്താലും ഒടുക്കത്തെ ഗ്ലാമറാ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഗ്ലാമർ കണ്ട പുട്ടിയെല്ലാം കൂടെ മുഖത്ത് വെച്ച് തേച്ചിട്ട് അവളുടെ ഒരു സൗന്ദര്യം. പൊട്ടിയോ? അതെന്താ സാധനം? അയ്യോ പാവം. സത്യമായിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ തമ്മാടി. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ തന്നെയാളെല്ലാം ഇങ്ങനെ തന്നെയാ. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടാലും പറയും ഒന്നാകെ പുട്ടി അടിച്ച് വെച്ചേക്കുവാണ്. മേക്കപ്പിനെ കുറിച്ച് ഒരു ABCD അറിയില്ലെങ്കിലും ഓച്ചക്കടിക്ക് ഒരു കുറവുമില്ല. ഓ മൈ ഗോഡ്, ശബരി ടീച്ചർ ടെററായോ? പിന്നെ ഞാൻ പുട്ടിയാണെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്ക് നല്ലോണം വിഷമായി കേട്ടോ. അയ്യേ, സില്ലി കാര്യത്തിനാ. നിങ്ങൾക്കിത് സില്ലി മാറ്റർ ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല, കോളേജ് പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ പുട്ടിയാന്ന്. ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് ബോയ്സ് മാത്രമാണെങ്കിലും പ്രശ്നമില്ല. ഇത് മേക്കപ്പിനെ കുറിച്ച് എല്ലാം അറിയുന്ന ഗേൾസും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് എൻ്റെ ശബരി ടീച്ചറുടെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് അസൂയ തോന്നിയിട്ടാ. ഇപ്പോൾ എന്നെ കളിയാക്കാതെ. ഹേയ്, കളിയാക്കിയതല്ല. എൻ്റെ പെണ്ണിൻ്റെ മുന്നിൽ സൗന്ദര്യ ദേവത വരെ തോറ്റുപോകും. അത്രക്ക് ഭംഗിയല്ലേ നീ. ഈശ്വര, ഇതിൻ്റെ വോയിസിനൊക്കെ എന്താ ഒരു ചേഞ്ച്? തെമ്മാടി അങ്ങോട്ട് മാറിയെന്നേ. അല്ലെങ്കിൽ വേണം, ഞാൻ പോവാം. അതെ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാണേ. അതാ എനിക്കും നിങ്ങൾക്കും നല്ലത്. ഈ പെണ്ണ് എന്താ? വാ, കിടക്കണ്ടേ? ആ തെമ്മാടി കിടന്നോ, ഞാൻ കിടന്നോളാം. അങ്ങനെ പറഞ്ഞേ എങ്ങനെയാ ശരിയാവുന്ന എൻ്റെ ശബരി ടീച്ചറ്? തെമ്മാടി ആക്രാന്തം കണ്ടാ തോന്നാലോ.
നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആരുടേതായാലെന്താ, പാവം എൻ്റെ ഉണ്ണി പേടിച്ച് കിടക്കുന്നുണ്ടാവും. അവളുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, അതിന് അവനുണ്ട്. പിന്നെ മനു ഈ കാര്യത്തിൽ നമ്പർ 1. ഏത് കാര്യത്തിലാ? ഓ വാവ്, നൈസ് ക്വസ്റ്റ്യൻ. വാ, ഞാൻ കാണിച്ചു തരാം ഏത് കാര്യത്തിലാണ്. തെമ്മാടി. ഈശ്വരാ, വരുന്നതിന് മുന്നേ ഉറങ്ങണം. അയ്യോ, വന്ന് അറിയാത്ത പോലെ കിടക്കും. ഉണ്ണി, നീ ഉറങ്ങിയോ? അയ്യോ, കളഞ്ഞ. എനിക്ക് ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരസുഖമുണ്ട്. ഇതൊക്കെ ഞാൻ ഉറക്കത്തിൽ പറയുന്നതാ. ആഹാ, നിനക്ക് ഉറക്കത്തിൽ സംസാരിക്കുന്ന അസുഖമുണ്ടല്ലേ? ഞാൻ ആലോചിച്ചിരിക്കായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ആരോട് സംസാരിക്കും ഉറക്കത്തിൽ. ഇപ്പോൾ കൂട്ടിന് ആളായല്ലോ, എങ്കിൽ നമുക്ക് സംസാരിക്കല്ലേ? ഉണ്ണി, ഞാൻ ചോദിക്കൊന്നുമില്ല, പറയുന്നില്ല. എനിക്ക് നിന്നെ